അപ്പോൾ വേദത്തിൻ്റെ അന്തം അറിവിൻ്റെ അന്തം എന്ന് പറഞ്ഞ പോലെ എന്താണ് ഉപനിഷത്തെന്ന് പറഞ്ഞാൽ? ഉപനിഷത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. രഹസ്യമെന്നർത്ഥമുണ്ട്, അടുത്തിരുന്ന് പഠിക്കേണ്ടുന്നത് എന്നർത്ഥമുണ്ട്. ഉപനിഷ ശബ്ദത്തിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങളാണ്. എങ്കിലും ഉപനിഷ ശബ്ദത്തിൻ്റെ ഒരു പൂർണ്ണമായ അർത്ഥം നമുക്ക് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഭാഷ്യത്തിലൂടെ പറഞ്ഞു തരും. ഉപ എന്നും നി എന്നുമുള്ള രണ്ട് ഉപസർഗങ്ങൾക്ക് ശേഷം ഷദ്ള് വിശരണഗത്തി അവസാദനേഷു എന്നുള്ള ധാതു വരുമ്പോൾ അതിനുശേഷം കിപ്പെന്നൊരു പ്രത്യയവും വരുമ്പോൾ ഉപനിഷത്ത് എന്നൊരു ശബ്ദം സിദ്ധാവും. ഉപ എന്നുള്ള ഉപസർഗത്തിന് സമീപം എന്നാണ് അർത്ഥം, അരികിൽ. നമ്മളെപ്പോഴും പ്രയോഗിക്കാറുള്ള ഒരു ഉപസർഗമാണത്. എപ്പോഴും ഉപാസന, ഉപവാസം, ഉപയോഗിക്കുക, അല്ലേ? ഒക്കത്തിൽ ഉപമുണ്ട്. ഉപസമീപം എന്നുള്ള അർത്ഥത്തിലാണ്. നീ എന്നുള്ള ഉപസർഗത്തിന് പൂർണ്ണമായും, നല്ല പോലെ എന്നൊക്കെയാണ് അർത്ഥം. പൂർണ്ണമായിട്ട്, നല്ല പോലെ. ഷദ്ള് ധാതുവിന് മൂന്നർത്ഥങ്ങളാണ് പ്രസിദ്ധങ്ങൾ. അതാണ് ഷദ്ള് വിശരണഗത്തി അവസാദനേഷു എന്ന് പറഞ്ഞത്. ഒന്ന് വിശരണം, അതായത് നാശം. രണ്ട് ഗതി, ഗമനം. മൂന്ന് അവസാദനം, ക്ഷയം. അപ്പം നാശം, ഗമനം, ക്ഷയം, ഈ മൂന്നർത്ഥങ്ങളാണ് ഷദ് ധാതുവിനുള്ളത്. അപ്പോൾ ഈ ഉപസർഗങ്ങളുടെയും ധാതുവിൻ്റെയും അർത്ഥം ചിന്തിച്ചാൽ എന്താണ് ഉപനിഷത്തെന്ന് പറഞ്ഞാൽ? ഏതൊരു വിദ്യയെ ഏറ്റവും അരികിൽ എന്ന് പറഞ്ഞാൽ തന്നുള്ളിൽ നേടുന്നതിലൂടെയാണോ അജ്ഞാനം നിശേഷം നശിക്കുന്നത്, നാശം എന്ന അർത്ഥത്തിൽ, മോക്ഷഗതിയെ പ്രാപിക്കുന്നത്, ഗതി എന്ന അർത്ഥത്തിൽ, കർമ്മബന്ധനം പൂർണ്ണമായി നശിക്കുന്നത്, ക്ഷയിക്കുന്നത്, അവസാദനം എന്നുള്ള അർത്ഥത്തിൽ, ആ വിദ്യയ്ക്ക് പറയുന്ന പേരാണ് ഉപനിഷത്ത്. ഈ ഒരു നിർവചനം മുണ്ടകോപനിഷത്തിൻ്റെ ഭാഷ്യ ആരംഭത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇമാം ബ്രഹ്മവിദ്യാം ഉപയന്തി ആത്മഭാവേന ശ്രദ്ധാഭക്തി പുരസരാഹ സന്തഃ തേഷാം അവിദ്യാദി ഗർഭജന്മജരാരോഗാദി അനർത്ഥപൂകം നിഷാദയതി പരം ബ്രഹ്മവാ ഗമയതി കർമ്മ അത്യന്തമവസാദയതി ഇതി ഉപനിഷത്ത് എന്ന്. താത്പര്യം, ആരാണോ ഈ ബ്രഹ്മവിദ്യയുടെ അരികെ പ്രാപിക്കുന്നത്. എന്താ ഈ അരികെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ? തന്നുള്ളിലേക്ക് അതിനെ ആവാഹിക്കുക. അല്ലാതെ ഇത് പുറമെ പഠിക്കേണ്ടുന്ന, തർക്കവിതർക്കം ചെയ്യേണ്ടുന്ന വിഷയമല്ല. ഈ ബ്രഹ്മവിദ്യയെ നമുക്ക് പഠിക്കാം, പുസ്തകം എഴുതാം, പ്രസംഗിക്കാം, ദക്ഷിണ വാങ്ങാം, ഒക്കെ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് പോയി എന്ന് അർത്ഥമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ അരികെ പോവുകയും ചെയ്യാം. അപ്പോൾ ആരാണോ ഈ ബ്രഹ്മവിദ്യയെ ഏറ്റവും അരികെ പ്രാപിക്കുന്നത്, ഉപയന്തി, അതുകൊണ്ട് ആത്മഭാവേന, ഉപനിഷത്തെന്ന് വേറെ ഞാനെന്ന് വേറെ എന്നുള്ള ഭാവത്തിലല്ല, അവിടെ ഏകീഭവിച്ചു ഉപനിഷത്തുമായിട്ട്, ഈ ബ്രഹ്മവിദ്യയായിട്ട്.
ശ്രദ്ധാഭക്തി പുരസരാഹ. ആത്മഭാവത്തിൽ ബ്രഹ്മവിദ്യയായിട്ട് ചേരണമെങ്കിൽ നമ്മൾ ശ്രദ്ധാഭക്തികളോട് കൂടി പോകണം. അങ്ങനെയുള്ളവരുടെ അവിദ്യയിൽ ആരംഭിക്കുന്ന ഗർഭ ജന്മ ജര രോഗാദ്യ അനർത്ഥ സമൂഹത്തെ നിശേഷം നശിപ്പിക്കുന്നു. ഗർഭവാസ ക്ലേശം നമുക്ക് ആർക്കും അറിയില്ല, ഓർമ്മയില്ല. ഭാഗ്യം. അത് കഴിഞ്ഞ് ജന്മക്ലേശോ അതും നമുക്ക് ഓർമ്മയില്ല, അത് ഓർമ്മയില്ല. എന്നാലും നല്ല മുത്തശ്ശി ഇല്ലാത്ത വീട്ടിലെ കുട്ടികളുടെ തല കണ്ടാൽ മനസ്സിലാവും പൊതുവെ. ഇല്ലേ? എന്താ അഭിപ്രായം? അതെ, നല്ല മുത്തശ്ശി ഉള്ള വീട്ടിൽ വളർന്ന കുട്ടികളുടെ തലയും അല്ലാത്തവരുടെ തലയും കാഴ്ചയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പം മുടിയൊക്കെ ഉണ്ടാവുമ്പം മനസ്സിലാവില്ല തലയുടെ ആകൃതി എന്താന്ന്. മുടിയൊക്കെ പോയി കഴിഞ്ഞ് ഇതുപോലെ മൊട്ടയാക്കിയാൽ മനസ്സിലാവും. അതാണ്, നീണ്ടിരിക്കും, പല ആകൃതിയിലുണ്ടാവും. അത് നല്ല ഒഴിഞ്ഞ് ശരിയാക്കിയിട്ടാ ഈ ആകൃതിയൊക്കെ ആക്കി തന്നേ മുത്തശ്ശി. ഓർമ്മിച്ച് നോക്കൂ. അപ്പം അത് മാത്രം ചിന്തിച്ചാൽ മതി ഈ ജന്മക്ലേശം എത്ര ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. പിന്നെ ജരമല്ലാത്ത ക്ലേശം തന്നെയാണ്, ഇല്ലേ? അത് ആദ്യം വലിയ കേമായിട്ട് കൂടെ നടന്നവർക്കൊന്നും ഇപ്പോൾ വേണ്ട, വല്ല ഔപചാരിക ബന്ധങ്ങളായി. നമുക്കും അതെ, ഒരു വയസ്സായി എന്നൊരു തോന്നൽ, ഒരു അപകർഷതയൊക്കെ വരും. പിന്നെ ശക്തിക്കുറവ്, ക്ഷീണം എല്ലാം വന്നു, ജര, പിന്നെ രോഗം. ഇങ്ങനെ ഇതിനേക്കാളൊക്കെ അപ്പുറത്താണ് മൃത്യു, മരണം. ആലോചിക്കാൻ തന്നെ വയ്യ, ഇല്ലേ? അപ്പം ഇങ്ങനെയുള്ള സകല ക്ലേശങ്ങളെയും ഇല്ലാതാക്കുന്നു, മോക്ഷഗതിയെ പ്രാപിപ്പിക്കുന്നു, പരംബ്രഹ്മവാ ഗമയതി, പരബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് ഉയർത്തുന്നു. അതുപോലെ നമ്മളെയൊക്കെ ബന്ധിച്ചു നിർത്തുന്ന സകല കർമ്മങ്ങളെയും അത്യന്തം ഇല്ലാതാക്കുന്നു. ഇതാണ് ഉപനിഷത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരും. അപ്പം അവിടെ ഒരു ചോദ്യം വന്നു. ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെയാണെങ്കിൽ ഉപനിഷത്ത് പരമമായ അറിവാണല്ലോ. അതെ. വേദത്തിൻ്റെ സാരമാണല്ലോ. അതെ. അങ്ങനെയാണെങ്കിൽ ആ അറിവ് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അതെ. അപ്പം എത്ര ഉപനിഷത്തുണ്ട്? ഒറ്റ ഉപനിഷത്തേ ഉള്ളൂ. 2 ഉപനിഷത്തുക്കൾ എന്ന് പറയരുത്. അപ്പോൾ പിന്നെ തുടക്കത്തിൽ എന്താ പറഞ്ഞേ? ഓരോ വേദശാഖയ്ക്കും ഒന്നെന്ന തോതിൽ ഉപനിഷത്തുണ്ടായിരുന്നു, അതിൽ പ്രധാനപ്പെട്ടത് 108 എണ്ണമാണെന്നൊക്കെ പറഞ്ഞത് എന്താണ് അവിടെ മനസ്സിലാക്കണം. ഒരു സ്കൂളിൽ ഒരു ക്ലാസ് റൂമിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വരുന്നു. കുട്ടിയുടെ കയ്യിലൊരു പുസ്തകമുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്താ കുട്ടി പുസ്തകം? ഇത് കണക്കാണെന്ന് പറഞ്ഞു. കണക്ക് കൈ പിടിച്ച് കൊണ്ടിറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. ഒരിക്കലും കണക്ക് കൈ പിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് ഇംഗ്ലീഷാണെന്ന് പറഞ്ഞു, ഇംഗ്ലീഷ് കൈ പിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അറിയാം ആ വിഷയം പ്രതിപാദിച്ച പുസ്തകമാണെന്നാണ് ആ കുട്ടി ഉദ്ദേശിച്ചത്. ഇതുപോലെ ഉപനിഷത്തിനെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളെയും ഉപനിഷത്തെന്ന് പറയാം. അപ്പോഴാണ് ബഹുവചനം വരുന്നത്. ജ്ഞാനം എന്ന അർത്ഥത്തിൽ ഉപനിഷത്ത് ഏകമാണ്, ഗ്രന്ഥം എന്ന അർത്ഥത്തിൽ ഉപനിഷത്ത് അനേകമാണ്. അനേകമാണ്. ആ അനേകം എന്ന നിലയ്ക്ക് എടുക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ 1180, 108, 10 ഒക്കെ വരുന്നത്. 108, 10 എന്ന് പറഞ്ഞാൽ എന്താ? 108 വെച്ച് പ്രധാനപ്പെട്ടത് 10 എണ്ണമാണ്. നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കാൻ വിചാരിച്ച കൈവല്യം അതിൽ പെട്ടതല്ല, എങ്കിലും 108 പെട്ടതാണ്. ഈ ഉപനിഷത്തുക്കൾ
5 വിഭാഗങ്ങളിലായിട്ടാണ് നിലകൊള്ളുന്നത്. ഏത് 5 വിഭാഗങ്ങൾ? ഋഗ്വേദീയങ്ങളായവ, കൃഷ്ണ യജുർവേദീയങ്ങളായവ, ശുക്ല യജുർവേദീയങ്ങളായവ, സാമവേദീയങ്ങളായവ, അഥർവവേദീയങ്ങളായവ. ഇങ്ങനെ 5 വിഭാഗത്തിലാണ് ഉപനിഷത്ത്. ഏത് വിഭാഗത്തിലാണോ അതിനനുസരിച്ച ശാന്തി മന്ത്രമായിരിക്കും അതിലുണ്ടാവുക. ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുക്കളെ പറയുമ്പോൾ ശുക്ല യജുർവേദീയമാണ് ഈശാവാസ്യ ഉപനിഷത്ത്, അല്ലെങ്കിൽ സാമവേദീയമാണ്, സാമവേദത്തിലുള്ളതാണ് കേനോപനിഷത്ത്, കൃഷ്ണ യജുർവേദത്തിലുള്ളതാണ് കഠോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത് എന്നിവ അഥർവവേദത്തിലുള്ളതാണ്. തൈത്തിരീയോപനിഷത്ത് കൃഷ്ണ യജുർവേദത്തിലാണ്, ഐതരേയോപനിഷത്ത് ഋഗ്വേദത്തിലാണ്, ഛാന്തോക്യോപനിഷത്ത് സാമവേദത്തിലാണ്, ബൃഹദാരണ്യകോപനിഷത്ത് ശുക്ല യജുർവേദത്തിലാണ്. ഇങ്ങനെയാണ് 10 ഉപനിഷത്തുക്കളുടെ ക്രമം. അപ്പോൾ ഏത് വേദശാഖയിൽപ്പെട്ട, ഏത് ശാഖയല്ല, ഏത് വേദവിഭാഗത്തിൽപ്പെട്ടതാണോ അതിനനുസരിച്ചായിരിക്കും ആ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രം ഉണ്ടാവുക. നമ്മൾ ഉപനിഷത്ത് പഠനത്തിൽ പഠനാരംഭത്തിന് മുമ്പും പഠനം അവസാനിപ്പിക്കുമ്പോഴും ശാന്തി മന്ത്രം ചൊല്ലുന്നതൊരു സമ്പ്രദായമാണ്. ഇത്തരം സമ്പ്രദായങ്ങളിലൂടെയൊക്കെ കടന്നു വന്നതുകൊണ്ടാണ് വിദ്യാധ്യയന പ്രക്രിയ നിലനിൽക്കുന്നത്. ഒരു സമ്പ്രദായവും ഇല്ലാച്ചാൽ ഒരു അധ്യയന പ്രക്രിയ നിലനിൽക്കില്ല. നമ്മുടെ ഇടയ്ക്കുള്ള സമ്പ്രദായങ്ങളെ കൊണ്ടാണ് നമ്മളൊക്കെ ഒരു സമൂഹമായി നിലനിൽക്കുന്നത്, അല്ലേ? നമ്മൾ കാണുന്ന മാത്രയിൽ പരസ്പരം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ഒരു നമസ്കാരമെങ്കിലും പറയുന്നു, എന്തെങ്കിലും ഒരു വാക്യം ഇല്ലേ, നമസ്തേ പറയുന്നു, എന്തെങ്കിലും ഇന്നത് പറഞ്ഞോളണമെന്നൊന്നുമില്ല. പിന്നെന്താ, അങ്ങ് ഹിമാലയത്തിലൊക്കെ ആണെങ്കിൽ ജയ് സിയാറാം, നമശിവായ എന്ന് പറയുന്നവരുണ്ട്, നമസ്കാരം എന്ന് പറയുന്നവരുണ്ട്, ഇല്ലേ? ഗുജറാത്തിലൊക്കെ ആണെങ്കിൽ ജയ് ശ്രീകൃഷ്ണ എന്ന് പറയും, ജയ് ശ്രീകൃഷ്ണ. മറ്റു ചില നാട്ടിൽ ഹായ് എന്ന് പറയും. എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഹായ് എന്ന് പറഞ്ഞാൽ മോശമൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പരസ്പര അഭിവാദനം ചെയ്യുക, അതാണ്. പരസ്പരം സ്നേഹിക്കുക. ബഹുമാനിക്കേണ്ടവരെ കണ്ടാൽ നമ്മൾ ഇരിക്കുന്നിടത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. അറിയാണ്ടൊന്ന് ചവിട്ടിപ്പോയാൽ തൊട്ട് തലയിൽ വയ്ക്കും, അഥവാ ഒരു ക്ഷമ ചോദിക്കും. തൊട്ട് തലയിൽ വെക്കണ ശീലം എല്ലാ നാട്ടിലൊന്നുമില്ല, പക്ഷേ എല്ലാ നാട്ടിലും ഒരു ക്ഷമ ചോദിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളാണ് മാനുഷിക സമൂഹത്തെ നിലനിർത്തുന്നത്. അതുപോലെ വേദാന്ത പഠനത്തെ നിലനിർത്തുന്നതിനും ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. അതിൽപ്പെട്ടതാണ് ആരംഭത്തിലും അവസാനത്തിലും ശാന്തി ചൊല്ലുക എന്നുള്ളത്. ഇതിൽ കൈവല്യോപനിഷത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചെറിയൊരു പ്രയാസമുണ്ട്. എന്താ പ്രയാസം എന്ന് ചോദിച്ചാൽ, എന്താണ് കൈവല്യോപനിഷത്തിലെ ശാന്തി മന്ത്രം? 2 പ്രകാരത്തിൽ കാണുന്നുണ്ട്. ചില പാഠങ്ങളിൽ ഓം സഹനാവവതു സഹനൗ ഭുനക്തു എന്ന രീതിയിൽ കൃഷ്ണ യജുർവേദീയ ശാന്തി മന്ത്രമാണ് കാണുന്നത്. ചില പാഠങ്ങളിലാകട്ടെ അങ്ങനെയല്ല, ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ എന്നുള്ള അഥർവവേദീയമായ ശാന്തി മന്ത്രമാണ് കാണുന്നത്. ഇതിലേതാ ശരി? നമുക്ക് പറയാൻ വയ്യ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. വളരെ വിസ്തരിച്ച് വ്യാഖ്യാനിക്കുന്നില്ല, ചുരുക്കമായിട്ട്. എന്ത് വിസ്തരണം ആവശ്യമുണ്ടോ ഒരു സന്ദേഹമില്ലാതെ ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറയും. ആദ്യം ശാന്തി ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം അകത്തേക്ക് കിടക്കുക. അതുകൊണ്ടാണ്. അപ്പം ഇത് അഥർവവേദീയമാണെങ്കിൽ ഭദ്രം കർണേഭി എന്ന് തുടങ്ങുന്നതാണ് ശാന്തി മന്ത്രം.
ഇത് കൃഷ്ണയജുർവേദീയമാണെങ്കിൽ സഹനാവവതു എന്ന് തുടങ്ങുന്നതാണ് ശാന്തി മന്ത്രം. രണ്ടും കാണുന്നുണ്ട്. ഇതിൽ അടിച്ചതിൽ ഭദ്രം കർണേഭി എന്നുള്ളതാണ്. അതുപോലെ പല ഗ്രന്ഥങ്ങളിൽ പല പോലെ ഉണ്ട്. നിങ്ങളുടെ ഏതൊക്കെ ഗ്രന്ഥങ്ങളുള്ളതെന്ന് അറിയില്ല. പല പ്രകാരമുണ്ട്. ചിലതിൽ സഹനാവവതുവാണ്. എന്തായാലും നല്ലത് തന്നെ. അത് അച്ചടിയിലെ ഒരു വൈകല്യമായിട്ട് കൂട്ടിയാൽ മതി. അവിടെ വൈകല്യം എന്നുള്ളത് കൈവല്യാക്ക്. എന്താ കൈവല്യം എന്ന് പറഞ്ഞാൽ? കേവലസ്യ ഭാവം. കേവലസ്യ ഭാവം, കേവലൻ്റെ ഭാവമാണ് കൈവല്യം, അഥവാ കേവലത്തിൻ്റെ ഭാവം. എന്താ കേവലം എന്ന് പറഞ്ഞാൽ? കലർപ്പില്ലാത്തത്, കലർപ്പില്ലാത്തത്, ഏകമായത്, തനിയെ നിൽക്കുന്നത് എന്നൊക്കെ പറയാം. തനിയെ കലർപ്പില്ലാതെ ശുദ്ധമായി നിൽക്കുന്നതാ കേവലം. അതെന്താ? അത് മനസ്സിലായില്ലല്ലോ. അപ്പം നമ്മളൊക്കെ ഒരു ദിവസം ഏറ്റവും അധികം പറയുന്ന വാക്ക് എന്തായിരിക്കും? ഓർത്ത് നോക്കൂ, എന്തായിരിക്കും ഏറ്റവും അധികം നമ്മളൊരു ദിവസം പറയുന്ന വാക്ക്? എന്തായിരിക്കും? ഞാൻ. ഒരു സംശയമില്ല, ഞാനായിരിക്കും. ആയിരിക്കില്ലേ? അത് ഇംഗ്ലീഷോ ഹിന്ദിയോ ഏത് ഭാഷയായാലും ഒന്നുമില്ല. ഏത് ഭാഷ പറയുന്നവരായാലും ഞാൻ എന്നുള്ളതായിരിക്കും ഏറ്റവും അധികം പറയുന്ന വാക്ക്. അഥവാ ഞാൻ എന്നുള്ള അർത്ഥം ദ്യോതിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക്. അത് ഇന്നതെന്ന് പറയുന്നില്ല. ഈ കുറച്ച് വേദാന്തമൊക്കെ തലയിൽ കയറി കഴിഞ്ഞാൽ ഈ ഞാൻ എന്ന് പറയണത് കുറച്ച് മോശമാണെന്നൊരു തോന്നലൊക്കെ വന്ന് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറയണ ആൾക്കാരുണ്ട്, ഇല്ലേ? അങ്ങനെയില്ല? അങ്ങനെയുണ്ട്. അടിയൻ, ഈ ഉള്ളവൻ എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഞാൻ എന്ന് പറയാൻ അതിനേക്കാളൊക്കെ എളുപ്പമാണ്. പിന്നെ നമ്മൾ കോഴിക്കോട് ഉള്ളവരധികവും നമ്മളെന്നാണ് പറയുക. കോഴിക്കോടൻ ഭാഷയിൽ ഞാൻ കുറവാണ്, നമ്മളാണ് കൂടുതൽ. അത് ശ്രദ്ധിച്ചില്ല? അതെ, കോഴിക്കോടൻ ഭാഷയിൽ നമ്മൾ കൂടുതലാണ്, ഞാൻ കുറവാണ്. കുറച്ച് വേദാന്തം തലയിൽ കയറിയിട്ട് പിന്നെ ഞാൻ എന്നൊക്കെ പറയണത് മോശമാണെന്നുള്ള രീതിയിൽ ഭാഷ മാറ്റി പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഉള്ളവൻ, അടിയൻ, ഇവൻ എന്നൊക്കെ. കുളത്തൂർ ഒരാൾ അന്തര്യോഗത്തിനൊക്കെ വരുമായിരുന്നു പണ്ട്. ഇപ്പം അദ്ദേഹം ഇല്ല കേട്ടോ, മരിച്ചുപോയി. അദ്ദേഹത്തിനെ പറ്റി പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മരിച്ചുപോയി എന്ന് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഒരു സംഭവം പറഞ്ഞു. ഇദ്ദേഹം ലോട്ടറി വിൽപ്പനക്കാരനാണ്. ലോട്ടറി വിൽക്കുക പരിപാടി. അങ്ങനെ പോയി ചില സ്വാമിമാരുടെ ക്ലാസ്സിനൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. ഒന്ന് രണ്ട് സ്വാമിജിമാരുടെ ക്ലാസ്സുകൾക്കൊക്കെ പങ്കെടുത്തു. ആ കാലത്ത് നിർമ്മലാനന്ദഗിരി സ്വാമികൾ സ്ഥിരമായിട്ട് നീലേശ്വരം, തളിപ്പറമ്പ്, പയ്യന്നൂരൊക്കെ ക്ലാസ് എടുക്കും. അതിനൊക്കെ അദ്ദേഹം സ്ഥിരമായിട്ട് പങ്കെടുത്തപ്പോൾ സ്വാമിജി പറഞ്ഞിട്ടില്ല, പക്ഷേ ഇദ്ദേഹത്തിനൊരു തോന്നൽ ഈ ഞാൻ എന്ന് പറയുന്നത് മോശമാണെന്ന്. അങ്ങനെ ഇയാൾ നാക്കി മാറ്റി. ഇയാൾ കാലം മുന്നോട്ട് പോയി. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലോട്ടറിയൊക്കെ വിറ്റ് വൈകുന്നേരം കിട്ടിയ പൈസ തയ്യാറാക്കി വീട്ടിൽ കൊണ്ടുപോകണം, സാധനങ്ങൾ വാങ്ങണം. അതിന് എന്തായാലും ചായ കഴിക്കാൻ ഹോട്ടലിൽ പോയിട്ട് ചായയും കഴിക്കണം. അപ്പോൾ ഒരു നാടൻ ഹോട്ടലാണ്. ഒരു മേശ അപ്പുറവും അപ്പുറവും 4 കസേര ഉണ്ട്. ഇയാൾക്കൊരു ചായ കൊടുക്കുമെന്ന് പറഞ്ഞു. ഒന്ന് സപ്ലയർ വന്ന് മുമ്പിലുള്ള ആളുണ്ട്, ഇയാൾക്കും ഉണ്ട്. മറ്റേ മുമ്പിലിരിക്കുന്ന ആൾ നല്ല അസ്സലായിട്ട് വയറ് നിറയെ കഴിച്ച് എഴുന്നേറ്റ് പോയി. വയറ് നിറയെ കഴിച്ച് എഴുന്നേറ്റ് പോയി. അവസാനം ഇയാൾ പൈസ കൊടുക്കുമ്പോൾ ഇതല്ലല്ലോ, അയ്യോ ഇത്ര എൻ്റെ അടുത്തുള്ളൂ, പറ്റില്ല. അവസാനം പിറ്റേന്നത്തേക്കുള്ള അരി ഉഴുന്നു ആട്ടാൻ വേണ്ടി കൊടുത്തു. ഇത് ഇരുന്ന് ആട്ട് തന്നെ. എന്നിട്ട് പോയിക്കോളൂ പറഞ്ഞു. പൈസ തരണ്ട, അത് മതി, ഇതാട്ടി തന്നാൽ മതി. ഈ പാവം പകൽ മുഴുവൻ ലോട്ടറിയും വിറ്റ് വൈകുന്നേരം ഒരു 2 മണിക്കൂർ അരി ഉഴുന്നു ആട്ടേണ്ടി വന്നു. അതിന് ശേഷം പിന്നെ ഇയാളെന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ എന്നാ പറയാറ്. ഇങ്ങനെയൊക്കെ ചില ഉണ്ടേ, വേദാന്തം പഠിക്കുമ്പോൾ വരുന്ന അപകടം അതൊക്കെ.
അത് ശ്രദ്ധിക്കുക. പക്ഷെ ഏത് വാക്ക് പറഞ്ഞാലും ഭഗവാൻ വേണ്ടപ്പോൾ അങ്ങനെ എടുക്കുക. ഞാൻ എന്നുള്ളതിന് തുല്യമായ ഏതെങ്കിലും പദമായിരിക്കും നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുക. ഏതാ ഞാൻ? ആരാണീ ഞാൻ? അത് ആലോചിച്ച് നോക്കൂ. ആദ്യം നമ്മൾ ഇതിനെയാ പറയണത്. ഇത് തന്നെ ഞാൻ. ആണ്, പെണ്ണ്, കറുത്തിട്ട്, വെളുത്തിട്ട്, തടിച്ചിട്ട്, മെലിഞ്ഞിട്ട്, അങ്ങനെ പോവും. ഇന്ത്യക്കാരൻ, അമേരിക്കക്കാരൻ, ആഫ്രിക്കക്കാരൻ, ഇങ്ങനെ പോവും. കുറച്ചും കൂടി നമ്മൾ സൂക്ഷ്മമായി ആലോചിക്കുമ്പോൾ ഇതല്ല ഞാൻ, ഇത് എൻ്റേതാണ്. കാരണം ഇതിനെ കണ്ടറിയുന്നു ഞാൻ. ഇതെൻ്റേതെന്ന് ഞാൻ അറിയുന്നു. എൻ്റേതെന്നറിയപ്പെടുന്നത് ഞാനാവില്ലല്ലോ, അല്ലേ? എൻ്റെ വസ്ത്രം, എൻ്റെ മാല, എൻ്റെ കണ്ണട എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഞാനല്ലല്ലോ, അതിനുടമസ്ഥൻ ഞാൻ വേറെ ഉണ്ടല്ലോ. അതുപോലെ എൻ്റെ ശരീരം എന്നാണ് കൊച്ചു കുട്ടികൾ പോലും പറയാറ്. എൻ്റെ ദേഹം, എൻ്റെ തല, എൻ്റെ കൈ, എൻ്റെ കാല്. അപ്പം ആര് ഞാൻ? അപ്പം നമ്മൾ കുറച്ചും കൂടി അകത്തേക്ക് പോയി പ്രാണങ്ങളിലേക്ക് എത്തി, ഇന്ദ്രിയങ്ങളിലേക്ക് എത്തി, മനസ്സിലേക്ക് എത്തി, ബുദ്ധിയിലേക്ക് എത്തി. ഇതൊന്നും ഞാനല്ല, ഇതൊക്കെ എൻ്റെതാണ് എന്ന് തിരിച്ചറിഞ്ഞ് പോവുക. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്രയും കാലം ഞാൻ എന്നെ തിരിച്ചറിഞ്ഞത് കലർന്നിട്ടാണ്. ശരീര, ഇന്ദ്രിയ, പ്രാണ, മനോബുദ്ധികളെ മുഴുവൻ കലർത്തിയിട്ടാണ് ഞാൻ എന്നെ മനസ്സിലാക്കിയത്. ഈ കലർത്തി മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ് ഇത്രയും കാലം ഞാൻ അനുഭവിച്ചതും. അപ്പം എന്താണ് കലർപ്പില്ലാത്ത എൻ്റെ സ്വരൂപം? അതാണ് കേവലം. കലർപ്പില്ലാത്ത, കേവലമായ, ഒന്നുമായും കലരാത്ത. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാമായി കലർന്നിരിക്കുമ്പോഴും ഒന്നുമായി കലർന്നിരിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. എല്ലാമായിട്ട് കലർന്ന പോലെ വരണം. എല്ലാമായിട്ട് ചേർന്നിരിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. പക്ഷെ ഒന്നുമായിട്ടും ചേരാതിരിക്കാൻ കഴിയണം. അതാ കൈവല്യം, അല്ലേ? കേവലസ്യ ഭാവം, കലർപ്പില്ലാത്ത തൻ്റെ യഥാർത്ഥമായ ഭാവം. ഈ കലർപ്പില്ലാത്ത തൻ്റെ ഭാവത്തെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ആചാര്യനൊരു ദൃഷ്ടാന്തം പറയുന്നുണ്ട്. യഥാ മുഞ്ചാദിഷീകൈവം ആത്മായുക്തിയാ സമുദ്ധൃത. പഞ്ചദശിയിൽ വിദ്യാരണ്യ സ്വാമികൾ പറയുന്നൊരു ദൃഷ്ടാന്തമാണ്. അത് ഈ കുശം, ദർഭ, അല്ലെങ്കിൽ വലിയ ഇതും ആവട്ടെ, ചെറുതും ആവട്ടെ, ദർഭ വളരെ ചെറുതാണ്, പക്ഷേ നീണ്ടു പോകും. അതിൻ്റെ ഓരോ ദളമായിട്ട് ശരിക്കിങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. നടുവെന്ന്, പിന്നെ അതിൻ്റെ പുറത്തുള്ളത്, പിന്നെ അതിൻ്റെ പുറത്തുള്ളത്. അങ്ങനെ ഈ പുല്ലിൻ്റെ ഓരോ ദളത്തെ വളരെ സൂക്ഷ്മമായി പൊട്ടാതെ ശ്രദ്ധിച്ച് എടുക്കുന്ന പോലെ തൻ്റെ ശരീര, ഇന്ദ്രിയ, പ്രാണ, മനോബുദ്ധികളാകുന്ന ഓരോ ഉപാധികളെ മെല്ലെ ഇത് ഞാനല്ല എന്ന് വേർതിരിക്കുമ്പോൾ എന്താണോ തൻ്റെ കേവലമായ ഭാവം, കലർപ്പില്ലാത്ത ഭാവം, അത് മാത്രം ശേഷിക്കും. ആ കലർപ്പില്ലാത്ത കേവല ഭാവമാണ് കൈവല്യം. അതാണ് കേവലസ്യ ഭാവം. അപ്പോൾ കലർപ്പ് ഒഴിവാക്കുക, സംസ്കരിക്കുക. കലർപ്പ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക. അപ്പോൾ നമ്മൾ സ്വർണത്തെ സംസ്കരിച്ചു എന്ന് പറയും. എന്താ സ്വർണത്തെ സംസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ചേർന്ന ഈയം, ചെമ്പ് തുടങ്ങി പല ലോഹങ്ങളെ ഒഴിവാക്കലാണ്.
ഇതുപോലെ നമ്മളിൽ നമ്മൾ തന്നെ ചേർത്ത് കലർത്തി വെച്ചിട്ടുള്ളതിനെ ഒഴിവാക്കി തൻ്റെ കേവല ഭാവത്തെ മനസ്സിലാക്കുക. ഓ, അപ്പം ഞാൻ എൻ്റെ മഹത്വം മനസ്സിലാക്കും. ഞാൻ ആരാ, അത്ര മോശക്കാരനല്ല എന്നുള്ള തൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുകയാണ് വാസ്തവത്തിൽ ഈ കൈവല്യം. വൈകല്യം പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ വൈകല്യം എന്താ, കലർത്തിപ്പോയി എന്നുള്ളതാണ് വൈകല്യം, അല്ലേ? കലർത്തിപ്പോയി. അപ്പോൾ ഉപാധികളുടെ വികലത തന്നിലേക്ക് ആരോപിച്ചു. ഞാനൊന്നിനും കൊള്ളില്ല, ഞാൻ മരിക്കുന്നവനാണ്, ഞാൻ രോഗമുള്ളവനാണ്. ഉപാധികളുടെ വികലതകളെ മുഴുവൻ തന്നിലേക്ക് ആരോപിച്ച അവസ്ഥയാണ് വൈകല്യസ്ഥിതി. ആ വൈകല്യസ്ഥിതിയിൽ നിന്നുള്ള മാറ്റമാണെന്ത്, കൈവല്യസ്ഥിതി. ചെറിയ അക്ഷരം തിരിച്ചു വെച്ചാൽ മതി. ഒക്കെ അത്ര തന്നെയല്ലേ ഉള്ളൂ, അല്ലെങ്കിലോ ഇല്ലേ? ഇത് ചെറിയൊരു തിരിച്ചു വെക്കലേ വേണ്ടൂ, അതിൽ കൂടുതലൊന്നും വേണ്ട. വലിയ വിഷമമുള്ള പരിപാടിയല്ലത്. പുറത്തേക്ക് തെളിച്ചുകൊണ്ടിരുന്ന വെളിച്ചത്തെ ഒന്ന് തിരിച്ചു പിടിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. കശ്ചിദ്ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുഹു എന്ന് ഉപനിഷത്ത്. ഇത്രയും കാലം പുറത്തോട്ട് വെച്ച ഇന്ദ്രിയങ്ങളോട് മനസ്സോട് ബുദ്ധിയോട് കൂടി കഴിഞ്ഞു. ആ പുറത്തോട്ട് വെച്ച വിളക്കിനെ ഒന്ന് തിരിച്ചു വെച്ചപ്പോൾ സുഖ, എത്രയും പ്രക്രിയയുള്ളൂ. പക്ഷെ അതങ്ങോട്ട് തോന്നണ്ടേ, ഇല്ലേ? അപ്പോൾ വൈകല്യം കൈവല്യം ഒന്നാൾ തിരുത്തി എഴുതിയാൽ മതി. ഒരക്ഷരം തിരുത്തി എഴുതിയാൽ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ കേവലസ്യ ഭാവം, ഈ കേവലഭാവത്തെ ബോധിപ്പിക്കുന്നതാണ്. കേവലഭാവം ബോധിച്ചാൽ നോക്കൂ, നമുക്ക് 1000 ദൈവങ്ങളെ വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്, അറിയാമെന്നൊക്കെ വിചാരിച്ചോളൂ, നല്ലതാ അതൊക്കെ. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അത് സ്വാമി എന്താ പറഞ്ഞ് നിരീശ്വരവാദമാണോ പറയണത്? നിരീശ്വരവാദമൊന്നും പറയണില്ല. പക്ഷെ 1000 ദൈവത്തിൽ വിശ്വാസം ഉണ്ടായാലും തന്നിൽ വിശ്വാസമില്ലാത്ത കാലത്തോളം ഒരു പ്രയോജനമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മഹത്വം തനിക്കറിയാം, പക്ഷെ തൻ്റെ മഹത്വം അറിയില്ല വെച്ചാലോ എന്ത് ഗുണമല്ലേ? ഈ ലോകത്തിലെ മുഴുവൻ വസ്തുക്കളും അറിയാം, തന്നെ അറിയില്ല വെച്ചാലോ ആ അറിവുകൊണ്ട് എന്ത് കാര്യം? അതുകൊണ്ട് മനുഷ്യനെ കൃതാർത്ഥതയിലേക്ക് നയിക്കുന്നതാണ് ഈ കൈവല്യം, കേവലഭാവം എന്ന് മനസ്സിലാക്കുക.